വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തികളെ, കേരള നിയമസഭയുടെ മൂന്നാമത് പുസ്തകോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കേരളത്തിലെ തന്നെ കേരളത്തിലല്ല, ഇന്ത്യയിലെയും ലോകത്തെയും ഏറ്റവും വലിയ ഒരു മഹാ ഉത്സവം തന്നെയാണ് നമ്മളിവിടെ നടക്കുന്നത്. ഇത് മൂന്നാമത് മഹോത്സവം. നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ പുസ്തകോത്സവം ഇവിടെ നടക്കുന്നത്. ഇതിനു വേണ്ടി 3-4 മാസങ്ങളായി വളരെയധികം കഷ്ടപ്പെടുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഷംസീർ സാറ്, അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ഇത്. നമ്മുടെ ഇവിടെ ഈ പുസ്തകോത്സവത്തിലെ സംബന്ധിക്കാമെന്ന് പറഞ്ഞ നമ്മുടെ ചെങ്ങന്നൂർ MLA-യും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ സാറിനെ സാർ ഇവിടെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിന് ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട് സമയത്തെത്താൻ പറ്റിയില്ല. സാറിനെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ എത്തുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ പുസ്തകോത്സവത്തിലേക്ക് പുസ്തകം ഏറ്റുവാങ്ങാം, പ്രകാശനം ചെയ്യാമെന്ന് ഏറ്റ പ്രസിദ്ധ സാഹിത്യകാരൻ N. സുരേന്ദ്രൻ സാറിനെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു, വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മളുടെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബുക്ക് ഓർഗനൈസേഷൻ പ്രസിഡൻറ്റും സാമ്രാട്ട് ബുക്കിൻ്റെ ഓണറുമായ അനിൽകുമാർ സാറിനെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ബുക്ക് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞ പ്രസിദ്ധ സാഹിത്യകാരൻ നൂർനാട് മോഹൻ സാറിനെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആപ്പിൾ ബുക്സിൻ്റെ ഞങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാമെന്ന് ഞങ്ങളുടെ ഏറ്റ ആപ്പിൾ ബുക്സിൻ്റെ ഓണറും പ്രസിദ്ധ സാഹിത്യകാരനുമായ ശരത് ബാബു, അദ്ദേഹത്തെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ പുസ്തകം കൃതജ്ഞത രേഖപ്പെടുത്തുന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ S. ഗോപാലകൃഷ്ണ സാറിനെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ഞാൻ പ്രത്യേകമായി സ്വാഗതമരുളുന്നു. എല്ലാ സ്റ്റാഫംഗങ്ങൾക്കും പ്രത്യേകമായി സ്വാഗതമരുളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അനിൽകുമാർ സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, കേരള നിയമസഭയുടെ മൂന്നാം പതിപ്പായ ദേശീയ പുസ്തകോത്സവമായ KLFBൻ്റെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഗ്ലോബൽ ബുക്സിൻ്റെ തീരം എന്ന പുസ്തകത്തിൻ്റെ പ്രസാധന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൻ്റെ അഭിവന്ദ്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറോട് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തോടുള്ള ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ നൂറനാട് മോഹൻ, സുരേന്ദ്രൻ സാറ്, ശരത് ബാബു തച്ചമ്പാറ, ഗ്ലോബൽ ബുക്സിൻ്റെ സാരഥിയായ ശ്രീ ജയചന്ദ്രൻ മാവേലിക്കര, ഇന്നത്തെ മുഖ്യാതിഥിയായ S. ഗോപാലകൃഷ്ണൻ തുടങ്ങിയ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഈ പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ നടത്തുന്ന ഏറ്റവും മഹത്തായ ഇത്തരമൊരു പരിപാടിയിൽ ഗ്ലോബൽ ബുക്സിൻ്റെ ഇത്തരമൊരു പ്രസാധന സംരംഭത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പുസ്തക പ്രസാധന രംഗം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ മാസം മുതൽ തപാൽ വകുപ്പിൻ്റെ ഒരു ഭീമമായ ഒരു പ്രഹരമേറ്റ ഒരു മേഖലയാണ് പുസ്തക പ്രസാധന മേഖല. കഴിഞ്ഞ കാലങ്ങളിൽ 1955 മുതൽ പ്രസാധന രംഗത്ത് പ്രിൻറ്റിംഗ് വ്യവസായങ്ങൾക്കും അതുപോലെ തന്നെ സാംസ്കാരികമായ മാസികകൾക്കും ബുക്ക്ലെറ്റുകൾക്കും എല്ലാം ബുക്ക് പോസ്റ്റ് അയക്കാനുള്ള ഒരു സൗകര്യം നിലവിലുണ്ടായിരുന്നു. ആ ഒരു സൗകര്യം കൂടി ഈ ഒരു കാലഘട്ടത്തിൽ എടുത്തു മാറ്റപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് പ്രസാധന മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു വെല്ലുവിളികൾ എല്ലാ ഭാഗത്തും നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നിയമസഭയുടെ ഈ പുസ്തകോത്സവം എന്നുള്ളത് മഹത്തായ ഒരു കാര്യമാണ്. ഇത്തരമൊരു വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പുസ്തക പ്രകാശന ചടങ്ങിനായിട്ട് ഇന്ന് നമ്മുടെ എത്തിച്ചേർന്നിട്ടുള്ള സുരേന്ദ്രൻ സാറിനെയും നൂർനാട് മോഹൻ സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തക പ്രസാധനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ സുരേന്ദ്രൻ മാസ്റ്റർ, ഏറ്റുവാങ്ങുന്നത് ഉന്മയുടെ സാരഥിയും എഴുത്തുകാരനും സാഹിത്യകാരനുമായ ശ്രീ നൂർനാട് മോഹൻ അവർകളാണ്. പുസ്തക പ്രകാശനം ചെയ്ത സുരേന്ദ്രൻ മാഷ് ബോധി ബുക്സിൻ്റെ പത്രാധിപർ കൂടിയാണ്. അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, വേദിയിൽ ഉപവിഷ്ടരായ എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, അതോടൊപ്പം തന്നെ വിവിധ പ്രസാധക സംരംഭത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാരായിട്ടുള്ള ആളുകളാണ്, സുഹൃത്തുക്കളാണ് ഇവിടെ കൂടുതൽ ഉള്ളത്. സദസ്സിലാണെങ്കിൽ വേദിയിൽ ഇരിക്കാവുന്ന അതിനേക്കാൾ യോഗ്യതയുള്ള എഴുത്തുകാരും ഒക്കെ ഉണ്ട് എന്ന കാര്യവും ഇവിടെ ഓർക്കുകയാണ്. തുടർച്ചയായിട്ട് ഇനി പുസ്തക പ്രകാശനം അരമണിക്കൂർ ഇടവിട്ട് നടക്കും. യഥാർത്ഥത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്, പ്രകാശിപ്പിക്കുന്നത് അത് വിൽപ്പനയ്ക്കുള്ള, വിപണനത്തിനുള്ള തുടക്കം കുറിക്കലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അന്തർദേശീയ മേളയിൽ ആ രീതിയിൽ ഒരു പുസ്തക വിപണനം, പുസ്തക പ്രകാശന വേദിയിൽ സാധാരണഗതിയിൽ നടക്കില്ല. കാരണം വിവിധ പ്രദേശങ്ങളിലുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെയാണ് ഇവിടെ എത്തുന്നത്. എഴുത്തുകാരനോട് ഏറ്റവും അടുപ്പമുള്ള സ്വന്തം നാട്ടിലെ വായനക്കാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇവിടേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പുസ്തക പ്രകാശനത്തെക്കുറിച്ച് KV രാമകൃഷ്ണൻ സാറ് ഒരു 10 വർഷത്തിന് മുമ്പ് കവനകൗമുദിയിൽ എഴുതിയ ഒരു ലേഖനം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, പുസ്തക പ്രകാശനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുസ്തകത്തിൻ്റെ വിപണനത്തിനുള്ള തുടക്കം കുറിക്കലാണ്. ആ നിലയിൽ വേദിയിലും അതുപോലെ തന്നെ സദസ്സിലുമുള്ള മുഴുവൻ ആളുകളും പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകം വില കൊടുത്തു വാങ്ങണം. ഒന്നും കൂടി വ്യക്തമായി ആ ലേഖനത്തിൽ പറയുന്നത്, പ്രകാശകനും സ്വീകർത്താവും പുസ്തകത്തിൻ്റെ മുഖവില മേശപ്പുറത്ത് വെക്കണം എന്നാണ് KV രാമകൃഷ്ണൻ സാറ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് പ്രായോഗികമായ കാര്യമല്ലെങ്കിൽ പോലും അതൊരു സ്വപ്നമാണ്. ഇതെങ്ങനെ പ്രായോഗികമാക്കാം എന്ന കാര്യത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ ശ്രമിച്ച ഒരാളാണ് ഞാനൊരു 250 ആളുകളെ വിളിച്ചവരോടെല്ലാം പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ മുഖവില 290 രൂപയാണ്, അതുകൂടി കീശയിൽ വെച്ച് വേണം പുസ്തക പ്രകാശനത്തിന് വരാനെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ മുൻകൂട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വരാതിരിക്കാനാണ് സാധ്യത. ഏതായാലും എൻ്റെ ക്ഷണം ഒരു 250 ആളുകൾ സ്വീകരിച്ച് ആ സദസ്സിൽ എത്തി. 135 ആളുകൾ ഈ 290 രൂപ വെച്ച് കൊടുത്ത് പുസ്തകം വാങ്ങുകയും ചെയ്തു. അത് വിസ്തരിക്കാനുള്ള സ്ഥലമല്ല എങ്കിൽ പോലും ഇതിൻ്റെ ആമുഖമായിട്ട് ഞാനത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം തീരം മുഴുവൻ കഥകളും വായിച്ച ആളല്ല ഞാൻ. അതിലെ കഥകളിൽ പച്ച നിറമുള്ള റോസാപ്പൂ എന്നുള്ളൊരു 3ാമത്തെ കഥയാണെന്ന് എൻ്റെ ഓർമ്മ. അത് ഞാൻ മുഴുവൻ വായിച്ചു. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം വായിച്ചതാണ്. ആ കഥ എനിക്ക് ആ പേര് കൊണ്ട് തന്നെ, ആ ടൈറ്റിൽ കൊണ്ട് തന്നെ, ശീർഷകം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു. മറ്റ് ശീർഷകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായതുകൊണ്ടാണ് പുസ്തകത്തിൻ്റെ ശീർഷകമായ തീരം പോലും വായിക്കാൻ ശ്രമിക്കാതെ ഞാൻ പച്ച നിറമുള്ള റോസാപ്പൂ എന്ന പുസ്തകം വായിച്ചു. നല്ല ഭാഷയാണ്, നല്ല എഴുത്താണ്. കഥയിൽ സൂക്ഷിക്കേണ്ട എല്ലാ ക്രാഫ്റ്റും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വപ്നവും അതുപോലെ യാഥാർത്ഥ്യവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മനോഹരമായ കഥ എന്ന് വിശേഷിപ്പിക്കാം. നമ്മൾ ചോറ് വെന്തോ എന്ന് നോക്കാൻ എല്ലാ ചോറും ഞെക്ക് നോക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ മനോഹരമായ കഥകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, കാരണം അതിനുവേണ്ടി ഒരു മുന്നൊരുക്കം നടത്തിയൊന്നും വന്നയാളല്ല എന്നതുകൊണ്ട്.
പക്ഷേ പുസ്തക പ്രകാശന വേദികളിൽ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ പുസ്തകങ്ങൾ ഇങ്ങനെ അച്ചടിച്ച് ഓരോരുത്തരുടെ പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്? അത് വളരെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. നല്ലതും മോശവുമായ പുസ്തകങ്ങളൊക്കെ ധാരാളം ഇറങ്ങുന്നു. പ്രത്യേകിച്ച് പുസ്തകത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ചിലവാക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഏത് പുസ്തകവും പ്രസിദ്ധീകരിക്കാം എന്ന ഒരു ഘട്ടത്തിലേക്ക് ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഇതങ്ങനെയുള്ള കൂട്ടത്തിലല്ല. യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരന് വേണ്ട ഭാവനയും അതുപോലെ തന്നെ ഭാഷയിലുള്ള വഴക്കങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഒരു എഴുത്തുകാരനാണ് ശ്രീ എസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഥാരംഗത്ത് ഇനിയും റിട്ടയർമെൻറ്റിന് ശേഷമാണ് സജീവമായിട്ട് എഴുത്തും പ്രസിദ്ധീകരണവും ഒക്കെ ആരംഭിച്ചത് എങ്കിൽ പോലും നല്ല പ്രതീക്ഷയുള്ള ഒരു എഴുത്തുകാരനാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പൊതുവെ പുസ്തക പ്രകാശനങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മുടെ പി രാമേന്ദ്രൻ കവി ലളിതം എന്ന് പറയുന്ന ഒരു കവിതയിൽ, ഒരു ചെറിയ കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും വായിച്ച് ആസ്വദിച്ചിട്ടുള്ള ഒരു കവിത ആണ് ലളിതം എന്നെനിക്കറിയാം. ഞാനതൊന്ന് സൂചിപ്പിക്കാം. ലളിതം. ഇവിടെയുണ്ടു ഞാനെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടു ഞാനെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇവിടെ ഉണ്ടായിരിക്കുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൽ ചൂടുമാത്രം മതി. ഇവിടെ ഉണ്ടായിരിക്കുമെന്നതിന് സാക്ഷ്യമായി അടയുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഒരു കിളി, ഒരു പക്ഷി സ്വന്തം ജീവിതം അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളം എന്താണ്? ഒരു പുസ്തക പ്രകാശനം അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാകണം. അതുകൊണ്ട് അടയാളപ്പെടുത്തൽ എന്ന ഒരു പ്രക്രിയയിലേക്കാണ് ശ്രീ എസ് ഗോപാലകൃഷ്ണൻ കടന്നിരിക്കുന്നത്. അത് തുടരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പുസ്തക പ്രകാശന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തായിട്ട് നൂറനാട് മോഹൻ പുസ്തകം ഏറ്റുവാങ്ങിയ പ്രസാധകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവർ, ഞാൻ വർത്തമാനത്തിലേക്ക് കടക്കുന്നില്ല. 5 കഥകളുണ്ട് ഇതിനകത്ത്. ഈ പുസ്തകത്തിൽ ഗോപാലകൃഷ്ണൻ സാറിനെ പറ്റി വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, കഥകളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഗോപാലകൃഷ്ണൻ സാർ എൻ്റെ അടുത്ത സുഹൃത്താണ്. എൻ്റെ നാട്ടിൽ നോർനാട് PWD ഓഫീസിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ആ കാലം മുതൽ തുടങ്ങിയ ബന്ധമാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നി. തന്നെയുമല്ല, എഴുത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത്. ഓരോരുത്തരും അക്ഷരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വലിയ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ്. 40 വർഷക്കാലം അക്ഷരവഴിയിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എല്ലാ എഴുത്തുകാരോടും എല്ലാ വായനക്കാരോടും എല്ലാ പ്രസാധകരോടും പുസ്തകം എന്ന സംസ്കാരത്തോട് ഒട്ടി നിൽക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളോടും വലിയ ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്തരം വേദികളൊക്കെ തീർച്ചയായിട്ടും വലിയ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്ന വേദികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ താല്പര്യം കാണിച്ചത് തന്നെ. തീർച്ചയായിട്ടും എല്ലാവരും പലതാണ്. ഓരോ വ്യക്തിത്വത്തിനും ഓരോ അടയാളങ്ങളുണ്ട്, ഓരോ വിലാസങ്ങൾ, ഐഡൻറ്റിറ്റിയുണ്ട്. പക്ഷേ ഞാൻ പറയാനുള്ള, മനുഷ്യനാവണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും അക്ഷരവുമായി എടുത്തു നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പറയുന്നതല്ല, എനിക്ക് നമുക്കൊക്കെ മുമ്പേ പോയവരൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ്. നമ്മൾ എന്തായിരുന്നെന്ന് പറഞ്ഞാലും നമ്മൾ മനുഷ്യനല്ല എങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള
അവകാശം നമുക്കുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അക്ഷരങ്ങളാണ് ഒരു ശക്തി എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുണ്ട്. എല്ലാ സങ്കടങ്ങളിലും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും വ്യക്തിപരമായിട്ട് എന്നെ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത് ഈ അക്ഷരത്തിൻ്റെ ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സങ്കടങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്, വ്യക്തിപരമായിട്ട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ വ്യക്തിത്വങ്ങളിലും വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ ഏകമാർഗം അക്ഷരത്തിൻ്റെ വഴി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. കാരണം എൻ്റെ വഴി എപ്പോഴും അക്ഷരത്തിൻ്റെ വഴി ആയതുകൊണ്ട് ആണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് അക്ഷരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് എപ്പോഴും ബഹുമാനമാണ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ആധുനിക കാലഘട്ടത്തിലും വായന നഷ്ടപ്പെട്ടു എന്നെല്ലാവരും വിലപിക്കുമ്പോഴും ഞാൻ അങ്ങനെ പറയില്ല. കാരണം ധാരാളം എഴുത്തുകാരുണ്ടാവുന്നു, ധാരാളം പുസ്തകങ്ങളുണ്ടാകുന്നു, ധാരാളം പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നു. വായനശാലകൾ വളരെ സജീവമായി, കേരളത്തിലെ 10,000 ലൈബ്രറികൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് മേളകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നന്മയുടെ ഒരു ഭാഗമാണ്. ഇതില്ല എങ്കിൽ നമ്മുടെ ഈ മണ്ണ് ഇവിടെ നിലനിൽക്കുമെന്ന് തന്നെ തോന്നുന്നില്ല. അക്ഷരമാണ് മണ്ണ്, അല്ലെങ്കിൽ മണ്ണാണ് അക്ഷരം എന്ന് ഈ പ്രകൃതി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ സംസ്കാരം, ഈ വായനയുടെ സംസ്കാരം എല്ലാ കാലവും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോട്ടെ. ഞാൻ ഗോപാലകൃഷ്ണൻ സാറിന് എല്ലാ ആശംസകളും നേരുന്നു. ഇതിൻ്റെ പ്രസാധകനായ ജയചന്ദ്രൻ സാറിന്, ജയേന്ദ്രന് ആശംസകളും നേരുന്നു. അനിൽ ഇവിടെ ഉണ്ട്, ശരത്തുണ്ട്, രവീന്ദ്ര സാറുണ്ട്. എല്ലാവർക്കും ഞാൻ നന്മ നേരുന്നു. ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും അക്ഷര ആശംസകൾ, വായന ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ സംസാരിക്കുന്നതിന് വേണ്ടി പ്രസാദം കൂടിയായ ശരത് ബാബു തഞ്ചുപാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായി ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം വായനയെ ഇഷ്ടപ്പെടുന്ന, പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുടെ മുമ്പിൽ ഒരു പുസ്തകവുമായി ഒരു എഴുത്തുകാരൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് അക്ഷരത്തെ ഇഷ്ടപ്പെടുന്നവരെന്ന രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. 5 കഥകളുമായിട്ടാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ എസ് ഗോപാലകൃഷ്ണൻ തീരമില്ലാത്ത തീരത്തിലൂടെ നമ്മുടെ മലയാള കഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകകഥയോടൊപ്പം തന്നെ മലയാള കഥ ചേർത്ത് വയ്ക്കുമ്പോൾ മലയാള കഥയ്ക്ക് ലോക സാഹിത്യത്തിൽ ലോകകഥയുടെ ഒപ്പം തന്നെ തരക്കേടില്ലാത്തൊരു സീറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ മലയാള കഥയിൽ എഴുതുന്ന, മലയാള കഥയിൽ ഓരോ സ്പന്ദനങ്ങളും മലയാളത്തിലെ വായനക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മലയാള കഥ മുന്നോട്ട്. അതിൻ്റെ ഒപ്പം ഒരു എഴുത്തുകാരൻ ഓടിയെത്തുക എന്നുള്ളത് വളരെയധികം പ്രയാസം നേരിടുന്ന ഒന്നാണ്. പക്ഷേ മലയാളത്തിൽ നന്നായി എഴുതുന്ന എല്ലാ കഥാകൃത്തുക്കൾക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. അവരുടെ ഭാഷയ്ക്ക്, അവർ കാണുന്ന ജീവിതത്തിന്, അവർ പറയുന്ന രീതിക്കൊക്കെ ഏറെ പ്രാധാന്യമുണ്ട്. ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ തൻ്റെ 5 കഥകളുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട എസ് ഗോപാലകൃഷ്ണന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. സമയം വലിയൊരു വില്ലനാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇവിടെ പ്രസാധക സുഹൃത്തുക്കളായ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രസാധക സുഹൃത്തുക്കളുമാണ്. വിവിധ എഴുത്തുകാരുമാണ്, വിവിധ മേഖലകളിൽ തൻ്റെ എഴുത്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ആളുകളാണ്. ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വീണ്ടും ഇനിയും ഒരുപാട് എഴുതാൻ പ്രിയപ്പെട്ട എസ് ഗോപാലകൃഷ്ണൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഥാകാരൻ്റെ മറുപടിക്കായി നമ്മൾ കാതോർക്കുന്നു. എസ് ഗോപാലകൃഷ്ണൻ. ഈ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിൻ്റെ 3ാം പതിപ്പിൻ്റെ 2ാം ദിവസം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ 4ാം നമ്പർ വേദിയിൽ ഒരു മാവേലിക്കരക്കാരൻ ആദ്യമായി എഴുതുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ പേര് ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണൻ എഴുതിയ ഈ തീരമില്ലാ തീരം എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ ഈ ഒരു സദസ്സും ഈ ഇത്രയും പ്രിയപ്പെട്ടവരെയും ബഹുമാന്യരെയും ഒക്കെ കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ പുസ്തകം എഴുതാൻ തക്കവണ്ണം ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങളാണ്. അത് സന്തോഷിക്കുന്നതുകൊണ്ട്, വേദനപ്പെടുത്തുന്നതുകൊണ്ട്. ഇപ്പോൾ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഈ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ആദ്യം മരിക്കും, ഉറപ്പാണ്. നമ്മൾ കാണുന്നു, അങ്ങനെയാണ്. ഒരാൾ മരിച്ചു പോകും, ശേഷിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഈ ആൾ ഈ പോയ വ്യക്തിയെക്കുറിച്ച്
നല്ലത് പറയണം. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് തലവേദന വരരുത്, ദേഷ്യം വരരുത്, കോപം വരരുത്. പകരം ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രം, ദുഃഖം മാത്രമേ വരാവൂ. അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിച്ചിരിക്കുമ്പം ഈ വ്യക്തിയുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം കാത്തു സൂക്ഷിക്കണം. ഒരു മനോഹരമായ പൂവ് പോലെ എപ്പോഴും മണപ്പിക്കുന്ന, എപ്പോഴും സുഗന്ധം പരത്തുന്ന ഒന്നായിട്ട് ജീവിതം തീരണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയൊരു ദൂത് ഈ പുസ്തകത്തിൽ ഉണ്ട്. അതുപോലെ മനോഹരങ്ങളായ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വായിക്കുമ്പോൾ അറിയാൻ പറ്റും, മനോഹരങ്ങളായ ലളിതമായ ഭാഷയിൽ നമുക്കത് വായിച്ചറിയാൻ തക്കോണം കഴിയും. അതിനൊരു അവസരം എനിക്ക് കിട്ടുകയും ചെയ്തു. അതാണ് ഈ പുസ്തകം, തീരമില്ല തീരം എന്ന ഈ പുസ്തകം. ഇനി നമ്മുടെ ഏതാണ്ട് സമയം അവസാനിക്കാറായിരിക്കുകയാണ് ഈ മീറ്റിങ്ങിനുള്ള. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് നന്ദി പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ വി അനിൽകുമാർ സാറാണ്. അദ്ദേഹം പ്രസിഡൻറ്റ്, അതുപോലെ ബുക്സ് ഓർഗനൈസേഷൻ ഓഫ് കേരളയുടെ പ്രസിഡൻ്റായിരുന്നു ആണ്. അദ്ദേഹത്തിന് ഇത്തരുണത്തിൽ കൃതജ്ഞത ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ വേദിയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ തക്കോണം നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാറായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പം മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇവിടേക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് സംബന്ധിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു സാഹചര്യമാണ്. അദ്ദേഹം ഇടയ്ക്ക് വന്ന ഒരു പുസ്തകം വാങ്ങിക്കൊള്ളാം എന്നൊക്കെ വളരെ സന്തോഷത്തോടെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. നമുക്കങ്ങനെ ചെയ്യാൻ തക്കോണം കഴിയും. ഇപ്പോൾ ഏതായാലും അങ്ങനെ പെട്ടെന്ന് ക്രമീകരിച്ചപ്പോഴേ തീർച്ചയായും നമുക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു അവസരത്തിന് വളരെ പെട്ടെന്ന് സന്തോഷത്തോடு ഓടി വന്ന ആ വ്യക്തി ആയിരുന്നു, അതായത് NN സുരേന്ദ്രൻ സാറ്. അദ്ദേഹം VC പുസ്തക ജേതാവാണ്. അദ്ദേഹത്തിന് ഈ കൃതജ്ഞത ഞാൻ ആശംസിക്കുന്നു. ഇനിയും നമ്മുടെ ഇപ്പോൾ പുസ്തകം ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട നൂർനാട് മോഹനുണ്ട്. നൂർനാട് മോഹൻ എന്ന് പറയുന്ന ഒരു വലിയ ആളാണ്. ആൾ ചെറുതായിട്ട് നമ്മൾ കാണുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ പുസ്തകമൊക്കെ തുടങ്ങിയ സമയം മുതൽ എനിക്കറിയാവുന്ന വലിയൊരു കൂട്ടുകാരൻ, അടുത്ത് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കൂട്ടുകാരൻ. അതാണ് അദ്ദേഹം വളർന്ന് നല്ല നിലയിൽ സാഹിത്യത്തിൻ്റെ പല പരിധികളിലേക്കും എത്തിയിരിക്കുന്നു. അദ്ദേഹവും ഇപ്പോൾ തന്നെ പെട്ടെന്ന് വന്ന് ഈ കാര്യം ചെയ്തു തന്നു. അദ്ദേഹത്തിന് എൻ്റെ നന്ദി, എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അദ്ദേഹത്തിന് ഉണ്മ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നൊരു വലിയ പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ തലപ്പത്താണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ ഒരു മടിയും ഇല്ല. തീർച്ചയായിട്ടും സന്തോഷകരമായ സംഗതി തന്നെയാണ്. ഇനി നമ്മുടെ ആശംസ പറയാൻ തക്കോണം ബാബു സാറ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആപ്പിൾസ് ബുക്കിൻ്റെ പ്രസാധകനാണ്. അപ്പം അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും ഉള്ളത് നമ്മുടെ ജയചന്ദ്രൻ സാറാണ്, മാനേജിംഗ് ഡയറക്ടറാണ് ഗ്ലോബൽ ബുക്സിൻ്റെ. അദ്ദേഹമാണ് ഈ കാര്യത്തിനെല്ലാം ഓടി നടന്ന് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. അദ്ദേഹത്തിനും ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും വിട്ടുപോയ ആരുമില്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതിൻ്റെ സംഘാടകരോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക കാര്യം പറയാൻ തക്കവണ്ണം ഉള്ളത്, പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു സംഗതി, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമീകരിക്കാൻ തക്കണം. ഇതിൻ്റെ പിൻപിൽ വേറെ ഒത്തിരി ഓട്ടം. ആ ഓട്ടമൊക്കെ ഓടി വിജയിപ്പിച്ച് വളരെ സന്തോഷകരമാക്കി തരാൻ തക്കണം ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ ഒഫീഷ്യൽസിനും ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ കേരള നിയമസഭ സ്പീക്കർ അദ്ദേഹത്തെയും ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിനും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.